ഇന്ത്യയിലെ ഗതാഗത സംവിധാനങ്ങളിൽ അടുത്തത് വ്യോമഗതാഗതമാണ്. ഇന്ത്യയിലെ വ്യോമഗതാഗതം ആരംഭിച്ചത് 1911 ആദ്യത്തെ വിമാന സർവീസ് അലഹബാദ് മുതൽ നൈനി ജംഗ്ഷൻ വരെ ആയിരുന്നു. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JRD ടാറ്റയാണ്. ആദ്യമായി പൈലറ്റ് ലൈസൻസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് JRD ടാറ്റ. ടാറ്റ എയർലൈൻസിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. 1932 ടാറ്റ എയർലൈൻസ് രൂപീകൃതമായത്. ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യ എന്ന പേരിലേക്ക് മാറിയത് 1946 എയർ ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹിയാണ്. എയർ ഇന്ത്യയുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ വിമാന സർവീസാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാൽക്കരിച്ചത് 1953 ഓഗസ്റ്റ് 1 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1995 ഏപ്രിൽ 1 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവനാണ്. ഇനി ഇന്ത്യയിൽ എയർലൈൻസിൻ്റെ ആദ്യ വനിതാ പൈലറ്റ് ദുർബ ബാനർജിയാണ്. ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് പ്രേം മാത്തൂറാണ്. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ഊർമിള കെ പരീഖാണ്. ഇപ്പം ഇന്ത്യയിൽ പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ വ്യക്തി JRD ടാറ്റയാണ്. പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ഊർമിള കെ പരീഖാണ്. ഇന്ത്യൻ എയർലൈൻസിൻ്റെ ആദ്യ വനിതാ പൈലറ്റ് ദുർബ ബാനർജി. ആദ്യ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റ് പ്രേം മാത്തൂർ. യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ഇന്ത്യൻ വനിത ഗുർജൻ സക്സേനയാണ്. വിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആവണി ചതുർവേദിയാണ്. യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ഇന്ത്യൻ വനിത ഗുർജൻ സക്സേന. യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ഇന്ത്യൻ വനിത ആവണി ചതുർവേദി. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ ആൽഫബറ്റിക് ഓർഡറിൽ പഠിക്കാം. അതിൽ ആദ്യം ആൻഡമാൻ നിക്കോബർ ദ്വീപിലെ പോർട്ട് ബ്ലെയറിൽ സ്ഥിതി ചെയ്യുന്ന വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ആൻഡമാൻ നിക്കോബർ ദ്വീപിൽ പോർട്ട് ബ്ലെയറിലാണ് വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ആന്ധ്രാപ്രദേശിൽ വിശാഖപട്ടണം ഇൻ്റർനാഷണൽ എയർപോർട്ട്. ആസാമിൽ ഗുവാഹത്തിയിൽ ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ഇൻ്റർനാഷണൽ എയർപോർട്ട്. വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലെയറിൽ. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിൽ. ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഗുവാഹത്തി, സ്റ്റേറ്റ് ആസാം. ഇനി ബീഹാറിൽ ഗയ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഗയ. ഡൽഹിയിൽ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഗോവയിൽ ഡബോളിം ഇൻ്റർനാഷണൽ എയർപോർട്ട് ഗോവയിൽ. ഇനി ഗുജറാത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് അഹമ്മദാബാദിലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ. ഒന്നുകൂടെ പറയാം. ഗയ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിൽ. ഡബോളിം ഇൻ്റർനാഷണൽ എയർപോർട്ട് ഗോവ. സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് അഹമ്മദാബാദ്, ഗുജറാത്ത്. ഇനി ജമ്മു ആൻഡ് കാശ്മീരിൽ ശ്രീനഗർ എയർപോർട്ട്. കർണാടകയിൽ 2 പ്രധാന ഇൻ്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്. അതിൽ ഒന്ന് ബംഗളൂരുവിലുള്ള കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട്, മറ്റൊന്ന് മംഗലാപുരം അല്ലെങ്കിൽ മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ബംഗളൂരു. മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടും കർണാടകയിലാണ്. ഇനി കേരളത്തിൽ 4 ഉണ്ട്. അതിൽ ഒന്ന് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്, മറ്റൊന്ന് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നത്, പിന്നെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഏറ്റവും അടുത്തായി വന്നത് കണ്ണൂരിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇനി രാജാ ഭോജ് ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാലിലാണ്, മധ്യപ്രദേശിൽ. രാജാ ഭോജ് ഇൻ്റർനാഷണൽ എയർപോർട്ട് മധ്യപ്രദേശിൽ. ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ട് മുംബൈയിലാണ്, മഹാരാഷ്ട്രയിൽ. അതേപോലെ മഹാരാഷ്ട്രയിലെ മറ്റൊരു എയർപോർട്ടാണ് ബാബാ സാഹേബ് അംബേദ്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അത് നാഗ്പൂരാണ്. ഇനി മണിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്നതാണ് തുലിഹാൽ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അത് ഇംഫാലിലാണ്. ഒഡീഷയിൽ ബിജു പട്നായക് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. പഞ്ചാബിൽ ശ്രീ ഗുരു രാംദാസ് ജി ഇൻ്റർനാഷണൽ എയർപോർട്ട് അമൃത്സറിലാണ്. രാജസ്ഥാനിൽ ജയ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. തമിഴ്നാട്ടിൽ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട്, കോയമ്പത്തൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, മധുരൈ എയർപോർട്ട്, തിരുച്ചിറപ്പള്ളി എയർപോർട്ട്. ഇത്രയും
വിമാനത്താവളങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. ഇനി തെലുങ്കാനയിൽ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദിൽ. ഉത്തർപ്രദേശിൽ ചൗധരി ചരൺ സിംഗ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ലക്നൌവിൽ. ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ട് വാരാണസിയിൽ. ഇനി വെസ്റ്റ് ബംഗാളിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊൽക്കത്തയിൽ. ജോളി ഗ്രാൻഡ് എയർപോർട്ട് ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലാണ്. ബിർസ മുണ്ട എയർപോർട്ട് റാഞ്ചി ജാർഖണ്ഡിലാണ്. അഗത്തി എയ്റോഡ്രോം അഗത്തി ലക്ഷദ്വീപിലാണ്. സ്വാമി വിവേകാനന്ദ എയർപോർട്ട് ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ്. അപ്പോൾ എയർപോർട്ടുകൾ, എല്ലാ എയർപോർട്ടുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. പ്രധാനപ്പെട്ട എയർപോർട്ടുകളാണ് പറഞ്ഞത്. അവ ഒന്നുകൂടി പറയാം. വീർ സവർക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് പോർട്ട് ബ്ലെയർ, വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശിൽ. ഗോപിനാഥ് ബർദോളി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഗുവാഹത്തി, ആസാമിൽ. ഗയ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബീഹാറിൽ. ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡൽഹിയിൽ. ഡബോളിം എയർപോർട്ട് ഗോവയിൽ. സർദാർ വല്ലഭായ് പട്ടേൽ അഹമ്മദാബാദിൽ. ശ്രീനഗർ എയർപോർട്ട് ശ്രീനഗറിൽ. കെമ്പഗൌഡ ബംഗളൂരുവിൽ. മാംഗ്ലൂർ എയർപോർട്ട് മാംഗ്ലൂർ, കർണാടക. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്, കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് കേരളത്തിൽ. രാജാ ഭോജ് ഇൻ്റർനാഷണൽ എയർപോർട്ട് മധ്യപ്രദേശിൽ. ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ട് മുംബൈയിൽ. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എയർപോർട്ട് നാഗ്പൂരിൽ. തുലിഹാൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇംഫാൽ, മണിപ്പൂർ. ബിജു പട്നായിക് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഭുവനേശ്വർ, ഒഡീഷ. ശ്രീ ഗുരു രാംദാസ് ജി ഇൻ്റർനാഷണൽ എയർപോർട്ട് അമൃത്സർ, പഞ്ചാബ്. ജയ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് രാജസ്ഥാൻ. ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, തിരുച്ചിറപ്പള്ളി തമിഴ്നാട്ടിൽ. രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദ്, തെലുങ്കാന. ചൗധരി ചരൺ സിംഗ് ലക്നൗ, ഉത്തർപ്രദേശ്. ലാൽ ബഹദൂർ ശാസ്ത്രി വാരാണസി, ഉത്തർപ്രദേശ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ. ജോളി ഗ്രാൻഡ് എയർപോർട്ട് ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. ബിർസ മുണ്ട റാഞ്ചി, ജാർഖണ്ഡ്. അഗത്തി എയ്റോഡ്രോം അഗത്തി, ലക്ഷദ്വീപ്. സ്വാമി വിവേകാനന്ദ എയർപോർട്ട് റായ്പൂർ, ഛത്തീസ്ഗഡ്. ഇവയിൽ പറയാത്ത മറ്റു ചില എയർപോർട്ടുകളാണ് ഇനി പറയാൻ പോകുന്നത്. സീറോ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അതുപോലെ ശ്രീ സത്യസായി എയർപോർട്ട് പുട്ടപർത്തിയിലാണ്. ദേവി അഹല്യഭായ് ഹോൾക്കർ ഇൻ്റർനാഷണൽ എയർപോർട്ട് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. കുഷോക് ബാക്കുല റിംപോച്ചി എയർപോർട്ട് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടാണ് കുഷോക് ബാക്കുല റിംപോച്ചി. ജമ്മു കാശ്മീരിലെ ലേയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ബീഹാറിൽ മറ്റൊരു എയർപോർട്ട് കൂടിയുണ്ട്, ജയപ്രകാശ് നാരായൺ എയർപോർട്ട് പാട്നയിൽ. മഹാറാണ പ്രതാപ് എയർപോർട്ട് ഉദയ്പൂരിലാണ്, രാജസ്ഥാനിൽ. ഉംറോയി എയർപോർട്ട് മേഘാലയയിലെ ഷില്ലോങ്ങിലാണ്. മീനമ്പാക്കം ചെന്നൈ എയർപോർട്ട് മീനമ്പാക്കം എയർപോർട്ട് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. തെക്കേ ഇന്ത്യയിൽ ഏറ്റവും തിരക്കേറിയത് കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ബംഗളൂരു ആണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദ് ആണ്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ഗ്രീൻഫീൽഡ് എയർപോർട്ട് വെസ്റ്റ് ബംഗാളിലെ ദുർഗാപൂർ ആണ്. പിന്നെ സോളാർ പവർ പ്രൊജക്ട് നിലവിൽ വന്ന കേരളത്തിലെ എയർപോർട്ടാണ് നെടുമ്പാശ്ശേരി അല്ലെങ്കിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. മുംബൈ എയർപോർട്ടിൻ്റെ മറ്റൊരു പേരാണ് ജവഹർലാൽ നെഹ്റു എയർപോർട്ട്. സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ടിൻ്റെ പഴയ പേരായിരുന്നു ഡംഡം എയർപോർട്ട്. ഇനി കേരളത്തിൽ ഏറ്റവും അടുത്തായി നിലവിൽ വന്ന എയർപോർട്ടാണ് കണ്ണൂർ വിമാനത്താവളം. കേരളത്തിലെ 4ാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ സുരേഷ് പ്രഭുവും ചേർന്നാണ്. 2018 ഡിസംബർ 9-നാണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ പ്രത്യേകത ഏഷ്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളമാണ്. പിന്നെ എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിൽ അല്ലാത്ത ഇന്ത്യയിലെ ഏക വിമാനത്താവളമാണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ദക്ഷിണ വ്യോമ കമാൻഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത് 1991 ജനുവരി 1-നാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആദ്യ പേര് വി.കെ. കൃഷ്ണമേനോൻ വിമാനത്താവളം എന്നായിരുന്നു. ഇന്ത്യയിലെ 5ാമത്തെ എയർപോർട്ടാണ് തിരുവനന്തപുരത്ത് നിലവിൽ വന്നത്. കേരളത്തിൽ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് 1988-ലാണ്. കോഴിക്കോട് വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിച്ചത് 2006-ലാണ്.
മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പേര് കരിപ്പൂർ വിമാനത്താവളം. നിലവിലെ വ്യോമയാന മന്ത്രി ശ്രീ ജ്യോതിരാദിത്യ എം സിന്ധ്യയാണ്.